ഹലോ, അസ്സാം വലൈക്കും. ഓരോ ദിവസവും നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ വാർത്തകളും നമ്മളെ വളരെയധികം ഭയപ്പെടുത്തുന്നതും വളരെയധികം ചിന്തിപ്പിക്കുന്നതുമാണ്. ഇന്നിതാ അനിയൻ വീട്ടിലിരുന്നിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചതിന്റെ പേരിൽ സഹോദരൻ, ജ്യേഷ്ഠൻ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി കഴിച്ചതിന്റെ പേരിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ തെറ്റായിട്ട് സഹോദരൻ കണ്ടു എന്നുള്ളത്. ഈ അനിയൻ എന്ന് പറയുന്ന ഈ താരിസ് എന്ന് പറയുന്നവനാണ് ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്. താരിസിന് യാതൊരു രീതിയിലും സസ്യാഹാരങ്ങളല്ലാതെ മറ്റൊന്നും ഇഷ്ടമില്ല. എന്നാൽ സഹോദരനാവട്ടെ മാംസാഹാരങ്ങൾ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ താരിസ് എന്ന് പറയുന്ന ഈ +1 വിദ്യാർത്ഥിക്ക് സസ്യാഹാരങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ. വീട്ടിലേക്ക് മാംസാഹാരങ്ങൾ കയറ്റുന്നത് ഇഷ്ടമല്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ സാധാരണ രീതിയിൽ മാംസാഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോഴാണ് ഈ ഗോകുൽ എന്ന് പറയുന്ന തന്റെ സഹോദരൻ അടുത്ത വീട്ടില് ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കൻ ബിരിയാണി കിട്ടി അവർക്ക്. അത് സന്തോഷത്തോടു കൂടി വീട്ടിലിരുന്ന് അവൻ കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ താരിസ് എന്ന് പറയുന്ന അനിയൻ വളരെ അധികം അവനെ എതിർത്തു. ചെന്നൈയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കുട്ടികളുടെ അച്ഛൻ ബാബു വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ എതിർത്ത സമയത്താണ് ഈ എതിർപ്പ് വകവെക്കാതെ ഗോകുൽ വീട്ടിലിരുന്നിട്ട് ചിക്കൻ ബിരിയാണി നന്നായിട്ട് കഴിക്കാൻ കഴിച്ചു എന്ന് പറയുന്നു. ഇതിൽ വളരെയധികം ദേഷ്യം വന്നുകൊണ്ടാണ് താരിസ് വീട്ടിനുള്ളിൽ ഒരു റൂമിലേക്ക് പോകുന്നതും അവിടെ പോയിട്ട് വാതിലടക്കുന്നതും അവൻ ആ വിലപ്പെട്ട ജീവിതം അവിടെ അവസാനിപ്പിക്കുന്നത്. നോക്കണം, എത്രമാത്രം ചിന്തകളില്ലാത്തൊരു പ്രവൃത്തിയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ വിദ്യാർത്ഥികളാവട്ടെ ഏത് മേഖലയിലുള്ളവരാവട്ടെ ചെയ്യുന്നത്. നമ്മുടെ ജീവൻ എത്രമാത്രം വിലപ്പെട്ടതാണ്. പലപ്പോഴും സ്കൂളിൽ ഒരു +1 സീറ്റ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഉദ്ദേശിച്ച ഒരു ഡിഗ്രിക്ക് ഒരു കോളേജിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ, പ്രണയിച്ച കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ കിട്ടാത്തതിന്റെ പേരിൽ, ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ജീവിതം അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു കുട്ടി തന്റെ കാമുകനുമായിട്ട് എന്തോ പ്രശ്നമുള്ളതിന്റെ പേരിൽ ആ കുട്ടിയുടെ ജീവിതം അവസാനിപ്പിച്ചിരുന്നു. ഒരു 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 വർഷം ഒന്ന് ജീവിക്കാൻ വേണ്ട, ഒരു മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒന്ന് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കാൻ തയ്യാറാണ് പല ആളുകളും ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത്. പക്ഷേ ഒരു ദിവസമല്ല, ഒരു സെക്കൻഡ് എത്ര കോടി ചെലവാക്കിയാലും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരവസരം അല്ലെങ്കിൽ സൗഭാഗ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്രയും പവിത്രമായ ജീവിതത്തിനെ നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ ആരോടെങ്കിലും പിണങ്ങി തല്ലോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഇത്രയും പവിത്രമായിട്ടുള്ള ജീവിതം നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ചിന്ത കുറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ഈ ശരീരത്തിന്റെ, മനസ്സിന്റെ വാല്യൂ മനസ്സിലാക്കാത്തവരാണ്. എത്രമാത്രം മഹത്തരമുള്ളൊരു ജീവിതമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെന്നറിയോ? ആ ജീവിതം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതല്ലാതെ എവിടുന്നെങ്കിലും പരിചയപ്പെട്ട ഒരു റോങ് നമ്പറിലൂടെ വന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ജീവിതം അവസാനിപ്പിക്കുവാനുള്ളതല്ല. പലപ്പോഴും പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത് ഒരിക്കൽ പോലും ജീവിതത്തിൽ കാണാത്തൊരു കാമുകന് വേണ്ടിയിട്ടാണ്. വീട്ടുകാർ ഫോൺ കോൾ പിടിക്കുന്നു, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാർ ആ നമ്പറിൽ തിരിച്ചു വിളിച്ചിട്ട് എൻ്റെ കുട്ടിയെ ശല്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് അവനെ ഉപദേശിക്കുന്നത്, എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള പോയത്തരം എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. എന്തൊരു ബോധമില്ലായ്മയാണ്. എന്നിട്ട് അവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ആഗ്രഹത്തിന് കൂട്ടുനിന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം നശിപ്പിക്കുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എവിടെയാണ്? അത് പലപ്പോഴും കുട്ടികൾ എന്നല്ല കേട്ടോ, പല മാതാപിതാക്കളും മക്കൾ വിചാരിച്ചതുപോലെ ആവാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നമ്മൾ പരിശ്രമിക്കുക ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ ഈ വാർത്ത വന്നിരിക്കുന്നത്, ഈ സംഭവം 2 ദിവസം മുന്നേ നടന്നിരിക്കുന്നത് ചെന്നൈയിലാണ്. സഹോദരൻ വീട്ടിലിരുന്നിട്ട്, അനിയൻ വീട്ടിലിരുന്നിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചതിന്റെ പേരിൽ സഹോദരൻ സ്വന്തം ജീവിതത്തിനെ നശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ആ കുടുംബത്തിന് ഒരുപാട് നഷ്ടങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ആ ഒരു സങ്കടം നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതല്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് ഈ വീഡിയോസ് നമ്മുടെ മക്കളിലേക്കും നമ്മളിലേക്കും എത്തുമ്പോൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക. എത്രയോ കുടുംബങ്ങൾ പലപ്പോഴും കൗൺസിലിങ്ങിന് വേണ്ടി വന്നിട്ട് പല മുതിർന്ന സ്ത്രീകൾ, ഒരുപാട് നല്ല മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പലപ്പോഴും സങ്കടത്തോടു കൂടി പറയാറുണ്ട്, ജീവിക്കാൻ ആഗ്രഹമില്ല. മക്കളുടെ കാര്യം ആലോചിച്ച് നോക്കും, അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യം ആലോചിച്ച് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പലപ്പോഴും പല പുരുഷന്മാര് പറയാറുണ്ട്, ഭാര്യ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല.
എന്താണ് ഇങ്ങനെയൊക്കെ? നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ എത്ര ഒരാളുടെ പിറകെ നടന്ന് നമ്മളെ എത്ര സ്നേഹിച്ചാലും അയാളുടെ മനസ്സ് എപ്പോ മാറും, എങ്ങനെ സഞ്ചരിക്കും, ഇത് ഈ ലോകത്ത് ആർക്കും ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിശ്ചയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ ജീവിതകാലം എത്രത്തോളം പോകുന്നു അത് സന്തോഷമായിട്ട് പോവുക. അതിൻ്റെ അപ്പുറം നമ്മുടെ സ്വന്തം മനസ്സിന്റെ സമാധാനവും അതുപോലെ തന്നെ നമ്മുടെ വിലപ്പെട്ട ജീവനും നശിപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് പിറകെ നമ്മൾ പോകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പിറകെ, അല്ലെങ്കിൽ ഒരു +1 സീറ്റിന് പിറകെ നമ്മൾ പോകുന്നുവെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ്. വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ജീവിതത്തിനെ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവസാനിപ്പിക്കുവാനുള്ളതല്ല. നമ്മൾ നന്നായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും യാതൊരു ബോധവുമില്ലാതെ അടുത്തടുത്ത് വന്ന ഒരുപാട് മരണക്കേസുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ യാതൊരു രീതിയിൽ നമുക്ക് അയ്യോ ആ കുട്ടി അങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് വരില്ല. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ടും അതിന് നമ്മളൊരു വില കൽപ്പിക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും മരണത്തെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി, തൻ്റെ ഇടം, ചിന്ത ഇതെവിടെയാണുള്ളത്? നിങ്ങൾ നോക്കൂ, കാട്ടിൽ ഏതെങ്കിലും മൃഗങ്ങൾ എപ്പോഴെങ്കിലും ജീവിതം അവസാനിപ്പിച്ചതായിട്ടോ അല്ലെങ്കിൽ അവർ കയറിൽ തൂങ്ങിയതായിട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പറയും മൃഗങ്ങൾക്ക് വിവേകബുദ്ധി ഇല്ല, മനുഷ്യന് വിവേകബുദ്ധി ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള വിവേകബുദ്ധി മനുഷ്യന് ഇല്ലാതിരിക്കുകയാണ് നല്ലത്. ആ മൃഗങ്ങളുടെ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ള ഭക്ഷണവും കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ മൃഗമാവണം എന്നല്ല. പലപ്പോഴും മനുഷ്യൻ മൃഗത്തിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഞാൻ വീണ്ടും അവസാനമായി നിങ്ങളോട് പറയുകയാണ്, ആർക്കും വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിന്റെ സമാധാനം കളഞ്ഞുകൊണ്ട് ദുഃഖിച്ചിരിക്കുവാനോ, ആർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഉറക്കം കളയുവാനോ, ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇത്രേ വിലപ്പെട്ട് ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ നമ്മുടെ പവിത്രമായ ജീവിതത്തിനെ ഇല്ലാതാക്കുവാനോ ശ്രമിക്കരുത്. നമ്മൾ പരാജിതരായി പോകും, നമ്മൾ വളരെ മോശപ്പെട്ടവരായി പോകും. സമൂഹത്തിൽ നമുക്കാണ് നഷ്ടം, ആർക്കും ഒരു നഷ്ടവുമില്ല. എന്ത് തർക്കത്തിന്റെ പേരിലാണെങ്കിലും ഏത് വിഷയത്തിന്റെ പേരിലാണെങ്കിലും നമ്മുടെ ഈ പവിത്രമായ ജീവിതം നമ്മൾ അവസാനിപ്പിച്ചാൽ ഇനി ഇങ്ങനെ ഒരു ലോകം നമുക്കില്ല. ഈ ലോകത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളും ഇതിൻ്റെ പിറകിൽ നമുക്ക് നേടിയെടുക്കുവാനുണ്ട്. ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ സ്വയം നമ്മളെ കൊണ്ട് സന്തോഷിക്കുക, മറ്റൊരാളെ കൊണ്ട് സന്തോഷിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. എന്നും അയാൾക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഹാർട്ടിനെ ഓർത്തുകൊണ്ട്, നമ്മുടെ ലിവറിനെ ഓർത്തുകൊണ്ട്, നമ്മുടെ കിഡ്നിയെ ഓർത്തുകൊണ്ട്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ ഓർത്തുകൊണ്ട്, നമ്മൾ ചെയ്തു വെച്ച നന്മകളെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട്, നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ശ്വാസം ഇങ്ങനെ എടുക്കാനും വിടാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിനു പോലും കഴിയാതെ ഓരോ ദിവസം 1500-2000 രൂപ കൊടുത്തിട്ട് ഓക്സിജൻ വെച്ചിട്ട് എത്ര ആളുകൾ ജീവിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ നമുക്ക് എല്ലാത്തിനും അനുഗ്രഹങ്ങളുണ്ട്. അപ്പൊ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും പലതും സംഭവിക്കും. പക്ഷേ നമ്മുടെ ജീവിതം ഒരിക്കലും അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുത്തരുത്. നല്ല ആലോചിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് ഈ പവിത്രമായ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതും മറ്റുള്ളവർക്ക് നൽകാൻ പറ്റുന്നതും നൽകിക്കൊണ്ട് ആയിരങ്ങൾക്ക് തണലായി നിൽക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ദുഷിച്ച ചിന്താഗതികളിൽ നിന്നും നമ്മുടെ മനസ്സിനെ പടച്ച റബ്ബ് സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു തിരിച്ചറിവുള്ള ജീവിതം നമുക്ക് കിട്ടട്ടെ. ഒത്തിരി സ്നേഹത്തോടു കൂടി